എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ ഒരു പുതിയ വ്ളോഗാണ്. ഇന്ന് തൊട്ട് അങ്ങനെ നമ്മൾ ലോങ് വീഡിയോസ്, അതായത് ലോങ് വ്ളോഗിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ വീഡിയോ ഇതാ കിടക്കട്ടെ. രാവിലെ തന്നെ സൂര്യനെയൊക്കെ കണ്ട് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടി നല്ല എനർജി ആയിട്ട് നമുക്ക് കോളേജിൽ ഇപ്പം അവർ 3 പേരെയും നമ്മൾ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ടുണ്ട്. അതെ, ഞാനിത് മെയിൻ ഇൻട്രോ പറഞ്ഞതാണ് രാവിലെ, പക്ഷേ വോയിസ് റെക്കോർഡായില്ല. എന്താണെന്ന് പറഞ്ഞാൽ വോയിസ് കിട്ടിയിട്ടില്ല. അപ്പോൾ മെയിൻ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നാളെ ഫെയർവെൽ നടത്തുകയാണ് നമ്മൾ സീനിയേഴ്സിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ കോളേജിൽ പോകുന്നതും അവിടുത്തെ അലങ്കോലപ്പണികളും പിന്നാമ്പുറ കാഴ്ചകളുമാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്. അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കോളേജിലോട്ട് പോകണം. അങ്ങനെ 2-3 ആഴ്ചത്തെ എക്സാമിനും ഇൻറ്റേർണൽ എക്സാം, സെം എക്സാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ശേഷം നമ്മളിത് കോളേജിൽ എത്തിയിട്ടുണ്ട്. മെയിൻ എക്സാം കഴിഞ്ഞിട്ടില്ല, ഇനി ലാബ് എക്സാമും ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ വിചാരിച്ചു നമ്മുടെ സീനിയേഴ്സിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഫെയർവെൽ കൊടുത്തേക്കാണ്. അപ്പോൾ അതിനാകെ ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ. നമ്മൾ മാക്സിമം എഫേർട്ട് ചെയ്യുക. 9:30 വരാൻ പറഞ്ഞ എന്നോട് ഞാൻ 10 മണിയായപ്പോൾ കൃത്യം എത്തിയിട്ടുണ്ട്. അവരെല്ലാം വെയിറ്റിംഗ് ആണ്. അവരെനിക്ക് വേണ്ടി വെയിറ്റിംഗ് അല്ല, നമ്മളവിടെ പോയിട്ട് കുറച്ച് പണികളൊക്കെ എടുക്കുമല്ലോ, ആ പണികൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നേരെ നമ്മൾ എൻട്രൻസിലെത്തുന്നു. ID കാർഡ് ഉണ്ടോയെന്ന് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നു. അകത്തോട്ട് കയറുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നെത്തുമ്പോൾ അതെ പച്ചപ്പും ഹരിതവും നിറഞ്ഞ നമ്മുടെ കോളേജ്. അവിടുന്ന് നേരെ ക്ലാസ്സിലോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച, എല്ലാവരും മീറ്റിംഗ് ഓടുന്നു. എങ്ങനെ നമുക്ക് നല്ലൊരു ഫ്രഷേഴ്സ് അല്ലല്ലോ, ഫെയർവെല്ല് കൊടുക്കാം. ഫ്രഷേഴ്സ് ഉടനെ വരുന്നുണ്ട് കേസ്. അപ്പോൾ ഫെയർവെല്ല് കൊടുക്കാം. ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ പണിയെടുത്ത് അഭിനയിക്കുന്ന ജയലക്ഷ്മിയെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ അവനെ അടിക്കും എന്നെനിക്കറിയാം, എന്നാലും ഇരിക്കട്ടെ. ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിനീതയെ നമുക്ക് കാണാം. വിനീത ഇപ്പം ഒരു ഷോട്ട് വരും കേട്ടോ. വിനീത അറിഞ്ഞിട്ടില്ല ഇത് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഡോണിയുടെ ഒരു ശരി കാണാം. ഞെട്ടി വിനീത. വ്ളോഗായിരുന്നല്ലോ, പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആയിരുന്നു വിനീതയുടെ മറുപടി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാർഡ് കൊടുക്കാനുള്ള ഡിസ്കഷൻസൊക്കെ ആയിരുന്നു. കാർഡിൻ്റെ ഫൈനൽ ലുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു വ്ളോഗ് വരുന്നതായിരിക്കും, അതിൽ എന്തായാലും കാണുക. അതിൻ്റെ കുറേ ഡിസ്കഷൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വന്നു. എന്നിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ സാധനമുണ്ട്, ഒരു വെറൈറ്റി സാധനമുണ്ട്. അത് ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടിക്കൊക്കെ ആയിട്ട് ഏഞ്ചൽ കട്ടറില്ലാതെ കട്ട് ചെയ്യുന്ന ഏഞ്ചലിൻ്റെ സങ്കടം ഒന്ന് ആലോചിക്കുന്നതാണ്. കത്രി വെച്ചിട്ടാണ് കട്ടവും ആവുന്നില്ല, കയ്യും വേദന എടുക്കുന്നു. എന്നാൽ വ്ളോഗ് എടുക്കുന്നത് കട്ടറില്ലാതെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്യുന്ന ഏഞ്ചൽ. ഇത് ഈ കട്ട് ചെയ്യുന്നതെല്ലാം ഒട്ടിച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹരിച്ചി. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഹരിമച്ചാൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് ഹരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ സാധനം കാണിച്ചാൽ ഇതാണ് ഇത്ര ഉണ്ടാക്കിയത്. ഇതല്ലേ സാധാരണ മനുഷ്യരെഴുതുന്നേ. പിന്നെ അങ്ങനെ ഇന്നത്തെ പരിപാടിയിലൂടെ കഴിഞ്ഞ് ഞാൻ ഇനി ഇറങ്ങുവാണ്. അപ്പോൾ കിരണിൻ്റെ സൈൻ ഓഫോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്.